നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. തത്സമയം 3 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ വി.ഡി. സതീശൻ നിർദ്ദേശിക്കുകയും ശ്രീ സണ്ണി ജോസഫ് പിന്താങ്ങുകയും ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും ശ്രീ കെ.എം. ഷാജി പിന്താങ്ങുകയും ശ്രീ മോൻസ് ജോസഫ് നിർദ്ദേശിക്കുകയും ശ്രീ അനൂപ് ജേക്കബ് പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാന് വേണ്ടിയുള്ള പത്രികകൾ. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം നിയമാനുസൃതമാണ് എന്ന് കാണുന്നു. ഒന്നിലധികം അംഗങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഭ വോട്ടെടുപ്പിലൂടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാണ്. ബാലറ്റ് പേപ്പർ ശ്രീ മുഹമ്മദ് മുഹസിൻ്റെ പേര് ആദ്യത്തേതായും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെ പേര് രണ്ടാമത്തേതായും അച്ചടിച്ചിട്ടുണ്ട്. നിയമസഭാ അംഗങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള ഈ സ്ഥാനാർത്ഥിയുടെ പേരിനെതിരെ ഒരു ഗുണനചിഹ്നമിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് പേപ്പർ അസാധുവായി കണക്കാക്കുന്നതാണ്. നിയമസഭയിൽ അംഗങ്ങളുടെ പേര് ഇരിപ്പിടത്തിൻ്റെ ക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ വിളിക്കുന്നതായിരിക്കും. ഓരോ അംഗവും തത്സമയം അധ്യക്ഷവേദിക്ക് സമീപം വന്ന് ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം സ്വസ്ഥാനത്ത് ഉപവിഷ്ടനാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ സഭയിൽ ഹാജരില്ലാത്ത അംഗങ്ങൾക്ക് പോളിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകുന്ന പക്ഷം വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ്. ശ്രീ വി.ഡി. സതീശൻ, ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ കെ. മുരളീധരൻ, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ സി പി ജോൺ, ശ്രീ എ പി അനിൽകുമാർ, ശ്രീ എൻ ഷംസുദ്ദീൻ, ശ്രീ പിണറായി വിജയൻ, ശ്രീ കെ എൻ ബാലഗോപാൽ,
ശ്രീ കെ രാജൻ, ശ്രീ ബി ബി ഗോപകുമാർ. ശ്രീ ബി ബി ഗോപകുമാർ. ഇല്ല, കുട്ടിയുന്നില്ല. ശ്രീ മാണി സി കാപ്പൻ. ശ്രീമതി കെ കെ രമ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. ശ്രീ ജി സുധാകരൻ, ശ്രീ എൻ ശക്തൻ. ശ്രീ അപ്പു ജോൺ ജോസഫ്. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. ശ്രീ പി സി അർജുൻ, ഇപ്പോ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് കാണാം. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യം 9 മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. ആദ്യ വോട്ടറായി എത്തിയത് കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നാലെ എത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് രീതിയിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം വോട്ടെണ്ണൽ നടക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ല. 102 പേരുടെ പിന്തുണ UDF ഉണ്ട്. UDF സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഡെപ്യൂട്ടി സ്പീക്കറായി എത്തുകയും ചെയ്യും. LDF നിന്ന് ഇത്തവണ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 35 പേരുടെ പിന്തുണയാണ് LDF നിയമസഭയിൽ ഉള്ളത്. അത്രയും വോട്ട് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചിരുന്നു. BB ഗോപകുമാറായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. ഇത്തവണ ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരരംഗത്തില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി 137 പേരുടെ വോട്ടായിരിക്കും രേഖപ്പെടുത്താനുള്ള സാധ്യത. സ്പീക്കർ കൂടി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിനകത്ത് പ്രോടൈം സ്പീക്കറായിരുന്ന ജി സുധാകരൻ വോട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് 101 വോട്ടാണ് UDF ലഭിച്ചത്. ഇത്തവണ സ്പീക്കർ വോട്ട് ചെയ്യുമോ എന്നുള്ളത് ആണ് അറിയേണ്ടത്. അതല്ലെങ്കിൽ 101 വോട്ട് സ്പീക്കറായി ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാന് ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഈ വോട്ടെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതിനുശേഷം 2 ബോക്സുകളിലായി വോട്ടുകൾ തരംതിരിച്ച് എണ്ണും. അതിനുശേഷം സ്പീക്കർ ആരാണ് വിജയിച്ചത് എന്നുള്ള കാര്യം പ്രഖ്യാപിക്കും. വോട്ട് എടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട ഓരോ റോ പ്രകാരം, അതായത് ഓരോ വരി അനുസരിച്ചാണ് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. വി ഡി സതീശനിൽ നിന്ന് തുടങ്ങി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആദ്യ നിരയിലെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പുറത്ത് പ്രതിപക്ഷ നിരയിൽ നിന്ന് പിണറായി വിജയനും KN ബാലഗോപാലും ഒക്കെ അടക്കമുള്ള ആദ്യ നിരയിലെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. 1 മണിക്കൂറിനകം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ആരാണ് എത്തുന്നത് എന്നറിയാൻ കഴിയും.